أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. اللهم رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمم بالخير والسعادة، إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. ബഹുമാനികളെ, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ അർബഈൻ ഹദീസ് നമ്പർ അൽ ഹാദി വൽ അശ്റൂൻ 21-ാമത്തേത്. ഈ ക്ലാസ് വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇപ്പോൾ സാധുവായ ഞാനും സംഘവും പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലാണുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നേരിട്ട് കണ്ട അജിയാദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ മേച്ച് നടന്നിരുന്ന ഈ പ്രദേശം, ഇവിടെ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ അൽഹംദുലില്ലാ നമ്മുടെ ഈ കിതാബിലെ 19-ാമത്തെ ഹദീസ് നിവേദനം ചെയ്ത സയ്യിദുന ഹബറുൽ ഉമ്മ തർജുമാനുൽ ഖുർആൻ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഹറമിലാണ് എന്ന സന്തോഷത്തോടു കൂടെയാണ് ഈ ഹദീസ് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും. അൻ അബി അംരിൻ വഖീല അബി അംറ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. സുഫിയാൻ എന്നവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ ഓമന പേര് അബൂ അംർ എന്നാണ്. ഒരഭിപ്രായത്തിൽ അബൂ അംറ, അംർ എന്നതിന്റെ സ്ത്രീലിംഗമാണ് അംറ. അപ്പോ അബൂ അംർ എന്ന് പറഞ്ഞാൽ അംറിന്റെ ഉപ്പ എന്നാണല്ലോ. അപ്പൊ അത് അംറ എന്ന ആണോ അംർ എന്നാണോ എന്നതിൽ ചെറിയൊരു അഭിപ്രായം ഉണ്ട്. ഏതായാലും സുഫിയാൻ എന്നവരാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. മഹാനവറുകളുടെ നിവേദനമായി കാണുന്നത് 5 ഹദീസുകളാണ്. ഇന്ന് ഞങ്ങൾ സന്ദർശിച്ച ത്വായിഫ്, അവിടെ സ്വതക്കകൾ കളക്ട് ചെയ്യാൻ അതിന്റെ ഉത്തരവാദിത്തം മഹാനവറുകളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചിരുന്നു എന്ന് കാണാം. മഹാനവറുകൾ ഒരിക്കൽ ഖാല, അവിടുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖുൽതു, ഞാൻ ചോദിച്ചു. ഈ അബൂ അംർ എന്നവർ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുൽ ലീ, എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം, ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ എനിക്ക് അങ്ങ് പറഞ്ഞു തരണം, ഖൗലൻ, ഒരു വാക്ക്, ലാ അസ്അലു അൻഹു, അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയില്ല, അഹദൻ, ഒരാളോടും, ഗൈറക, നിങ്ങളല്ലാത്ത. അതായത് നിങ്ങൾ ആ കാര്യം പറഞ്ഞു തന്നാൽ എനിക്ക് എല്ലാറ്റിനും അത് മതി. ഇനി എനിക്ക് മറ്റൊരു ഉപദേശകന്റെ ഉപദേശത്തിന് ആവശ്യം വരാത്ത വിധത്തിൽ എല്ലാം ചേർത്ത് എനിക്ക് മരണം വരെ ജീവിക്കാൻ ആവശ്യമായ ഒരു ഉപദേശം എനിക്ക് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയുക, ആമൻതു ബില്ലാഹ്, ആമൻതു ബില്ലാഹ് എന്ന് പറയുക, അതായത് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുക. സുമ്മസ്തഖിം, പിന്നെ നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടെ ജീവിക്കുക, പിന്നെ നിങ്ങൾ ചൊവ്വായി നിലകൊള്ളുക. റവാഹു മുസ്ലിം. ഈ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു
തന്റെ സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഇൻഷാ അല്ലാഹ് ഈ ഹദീസിനെ നമ്മൾ വിശദീകരിക്കുമ്പോൾ ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ, അതിന്റെ ആശയം അല്ലിംനി ഖൗലൻ ജാമിഅൻ ലിമആനിൽ ഇസ്ലാം വാളിഹൻ ഫീ നഫ്സി. നബിയെ, എനിക്ക് അങ്ങ് ഇസ്ലാമിന്റെ ആശയങ്ങളെ മുഴുവൻ ഒരുമിച്ചു കൂട്ടുന്ന വിധത്തിൽ ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരണം, എനിക്ക് പഠിപ്പിച്ചു തരണം. ബിഹൈസു ലാ യഹ്താജു ഇലാ തഫ്സീരി ഗൈരിക്, എനിക്ക് മറ്റൊരാളുടെ വിശദീകരണത്തിലേക്ക് അതിന് ആവശ്യം വരാൻ പാടില്ല. പിന്നെ ഞാൻ മറ്റൊരാളോട് അതിന്റെ വിശദീകരണം ചോദിക്കേണ്ടി വരികയോ എനിക്ക് അമല് ചെയ്യാനും എനിക്ക് മുത്തഖിയായി ജീവിക്കാനും ഒരു കാര്യത്തിലേക്ക് എനിക്ക് തേടി പോകേണ്ടാത്ത വിധത്തിൽ എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. ഇതൊരു വല്ലാത്ത ടാസ്ക്കാണ്. അതായത് ഒറ്റ വാക്കിൽ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായത് എന്തെല്ലാമുണ്ടോ അതെല്ലാം പറഞ്ഞു കൊടുക്കുകയും എന്തെല്ലാമുണ്ടോ അതെല്ലാം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ ജവാമിഉൽ കലിമായ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന മുഅ്ജിസത്തിന്റെ ഉടമയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യകർത്താവിനോട് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ആ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് ഒഴിവായ ഒന്നുമില്ല. ഒരുമിച്ച് കൂട്ടേണ്ടതെല്ലാം ഒരുമിച്ച് കൂട്ടുകയും ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കുകയും ചെയ്യണം എന്ന് അദ്ദേഹത്തെ രണ്ട് വാക്കിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നമുക്കും വലിയ ഒരു പാഠമാണ്. ഈ ഹദീസ് ജീവിതത്തിൽ കേൾക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് സാധ്യമാവണം. ഇദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആമൻതു ബില്ലാ എന്ന് പറയാൻ, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. അതായത് നാവുകൊണ്ട് അത് പറയുകയും ഖൽബ് കൊണ്ട് ശരിക്ക് ചിന്തിക്കുകയും, അതായത് മനസ്സിൽ തട്ടിയിട്ട് അത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതോടുകൂടെ ഈമാൻ സമ്പൂർണമാണ്. തൗഹീദിൽ ഉറപ്പിച്ചതിന്റെ ശേഷം എന്നിട്ട് ഇസ്തഖിം എന്നാ പറഞ്ഞത്, നിങ്ങൾ ചൊവ്വായി നിലകൊള്ളുക എന്നുള്ളത്. ഈ ചൊവ്വായി നിലകൊള്ളുക എന്ന് പറഞ്ഞത് ഇസ്തിഖാമത്ത് എന്നാണ് അറബിയിൽ പറയാ. നേരെ പോവാൻ ചെറിയൊരു വളവുണ്ടെങ്കിൽ അതിന് ഇസ്തിഖാമത്ത് എന്ന് പറയില്ല. ഇസ്തിഖാമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇഅ്വിജാജ്. ഇഅ്വിജാജ് പറഞ്ഞാൽ ചെറിയൊരു വളവ്. അപ്പോ ഒരു അണു അളവ് തെറ്റിയാൽ അതിന് ഇസ്തിഖാമത്ത് എന്ന് പറയില്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ സിറാത്തും മുസ്തഖീമിൽ നിലകൊള്ളുക എന്നും ചൊവ്വായ രീതിയിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറഞ്ഞത്, അപ്പൊ വാജിബും സുന്നത്തും എല്ലാം അതിൽ പെട്ടു. എന്തൊക്കെയാണോ ഒഴിവാക്കാൻ പറഞ്ഞത്, അപ്പൊ കറാഹത്തും ഹറാമും ഒക്കെ അതിൽ പെട്ടു. അപ്പോ എടുക്കേണ്ടത് എടുക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രയോഗം സുമ്മസ്തഖിം എന്നാണ്. നിങ്ങൾ നോക്കൂ, ഒരാളുടെ ഈമാനും ഇസ്ലാമും റെഡിയാകാൻ നമുക്ക് ആ രണ്ട് സംഗതിയാണല്ലോ വേണ്ടത്. ഈ ഇസ്ലാം കാര്യം അഞ്ചും ഈമാൻ കാര്യം മാറും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ദൃഢമാക്കിയതിന്റെ ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ചെയ്യുക എന്ന് പറയാൻ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, അതിൽ ഇനി പെടാത്ത ഒന്നുമില്ല. ഇസ്ലാം നാവുകൊണ്ടുള്ളതും അതുപോലെ അവയവങ്ങളെ കൊണ്ടുള്ളതും ഹൃദയം കൊണ്ടുള്ളതും എല്ലാ കർമ്മങ്ങളും അതിൽ പെടുകയും അതിനുശേഷം എന്തെല്ലാമാണോ നമ്മൾ ഒഴിവാക്കേണ്ടത് വർജിക്കേണ്ടത് അതെല്ലാം അതിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നടത്തിയ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഫസ്തഖിം കമാ ഉമിർത. ഫസ്തഖിം, നബിയെ അങ്ങ് ചൊവ്വായി നിലകൊള്ളുക, സിറാത്തും മുസ്തഖീമിലൂടെ സഞ്ചരിക്കുക, കമാ ഉമിർത, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. ഇത് അള്ളാഹുവിന്റെ ഖദീമായ ഖൗലാണ്, വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഈ ഹദീസ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ന് രാവിലെ സിയാറത്ത് ചെയ്ത
ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര ഭാരം തോന്നിയ, ഗൗരവം തോന്നിയ വേറൊരായത്തില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ശയ്യബത്നി ഹൂദു വ അഖവാതുഹ, സൂറത്തുൽ ഹൂദും അതിന്റെ അഖവാത്തുകളും എന്നെ നരപ്പിച്ചു കളഞ്ഞു, എനിക്ക് നര കൊണ്ടുവന്നു തന്നു. അതിലെ ഒരു ആയത്ത് ഓതിയപ്പോൾ അതില് ഫസ്തഖിം കമാ ഉമിർത എന്നൊരു വചനം, അത് കാരണമാണ് എനിക്ക് നര വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിന്റെ പരിപൂർണതയും അതിന്റെ സമ്പൂർണതയുമാണ്. ആ ഒരു ദർജയാണ് ഇസ്തിഖാമത്ത്, ചൊവ്വായി നിലകൊള്ളുക എന്നുള്ളത്. അത് പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യം അല്ല. അത് അത്രയും മുകളിലുള്ള മഹാന്മാർ, വിഐപികൾ, ആ മഹാന്മാർക്കല്ലാതെ അതിന് സാധ്യമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് നബിയെ ഇസ്തഖിം, നിങ്ങൾ നിലകൊള്ളുക, കമാ ഉമിർത, നിങ്ങളോട് കീർത്തിക്കപ്പെട്ടതുപോലെ, കൽപ്പിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞപ്പോൾ ആ നിർദ്ദേശത്തിന്റെ വാഹകനാകാൻ എനിക്ക് കഴിയുമോ എന്ന് ആലോചിച്ച്, തലപുകഞ്ഞാലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയിൽ നരവന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉപദേശത്തിന്റെ ഗൗരവം എത്രയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ ഔലിയാക്കൾ, അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ് കറാമത്ത്, ബഹുമാനം എന്ന് പറയും. അവരെ ആദരിച്ച് അല്ലാഹു കൊടുക്കുന്ന കറാമത്തുകളിൽ ഏറ്റവും വലിയ കറാമത്ത് വായുവിലൂടെ പറക്കലല്ല, വാഹനമില്ലാതെ വെള്ളത്തിലൂടെ സഞ്ചരിക്കലല്ല, വെള്ളത്തിന്റെ പുറത്ത് നടക്കലല്ല. ഏറ്റവും വലിയ കറാമത്ത് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, അതുപോലെ സയ്യിദ് ത്വായിഫ, അവരെ പോലെയുള്ള മഹാന്മാരൊക്കെ പറഞ്ഞത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി അല്ലാഹു തആല പറഞ്ഞ വാക്ക് പ്രവൃത്തികളെ അനുസരിക്കുകയും അല്ലാഹു തആല ഒഴിവാക്കാൻ പറഞ്ഞതിനെ ഒഴിവാക്കുകയും ചെയ്യുക. ഇതാണ് മഹാനരായ അബൂ അംർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഖൽബ് കൊണ്ടും നാവുകൊണ്ടും ആമൻതു ബില്ലാഹ് എന്ന ഈമാൻ ഉറപ്പിച്ചതിന്റെ ശേഷം സുമ്മസ്തഖിം, പിന്നെ നിങ്ങൾ ചൊവ്വായി നിലകൊള്ളുക എന്ന പ്രയോഗം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, സുഫിയാൻ എന്ന സ്വഹാബി വര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഇസ്ലാമിന്റെ വിഷയത്തിൽ എനിക്ക് ഇനി ഒരാളോട് ചോദിക്കേണ്ടി വരാത്ത വിധത്തിലുള്ള ഒരു ഉപദേശം എനിക്ക് സ്പെഷ്യലായി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈമാൻ ഉറപ്പിക്കാനും ഇസ്തിഖാമത്തോടുകൂടെ നിലകൊള്ളാനുമാണ്. അതാണ് നമ്മൾ വിശദീകരിച്ചത്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞവർ, അതായത് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറഞ്ഞവർ, അതായത് അവരെ ഈമാൻ അവർ റെഡിയാക്കി. സുമ്മസ്തഖാമു, പിന്നെ അവര് ശരിയായ പാതയിൽ നിലകൊണ്ടു, അവര് ചൊവ്വായി ജീവിച്ചു, വളവില്ലാതെ. അതായത് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറഞ്ഞത് എടുക്കുകയും, അതുപോലെ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ വൽ ഇസ്തിഖാമത്തു മുലാസമത്തു ത്വരീഖ് ബിഫിഅലിൽ വാജിബാത്തി വതർക്കിൽ മൻഹിയാത്ത്, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, എടുക്കേണ്ടത് എടുക്കുക, അങ്ങനെ ജീവിക്കുകയും ചെയ്താൽ അവരാണല്ലോ മഹാന്മാരായ ഔലിയാക്കന്മാരൊക്കെ. അങ്ങനെ ആയാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്കുമേൽ പെയ്തിറങ്ങും, അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്കുമേൽ അവതരിക്കും. അവർക്ക് ആ മലക്കുകൾ, അതായത് മരണസമയത്തും അല്ലാതെയും ഒക്കെ, മരണസമയത്ത് വിശേഷിച്ചും, എന്നിട്ട് ആ മലക്കുകൾ പറയും, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറു ബിൽ ജന്ന, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിക്കുക, അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് മലക്കുകൾ പറയും. അപ്പോ അതുകൊണ്ടാണ് ഇസ്തിഖാമത്തുള്ള, പരിപൂർണമായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് മലക്കുകളെ കാണാനും മലക്കുകളുടെ സംസാരം കേൾക്കാനും. നമ്മൾ മുഹദ്ദിമാലയിലൊക്കെ ചെല്ലാറുണ്ടല്ലോ, തന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിന് സാക്ഷിയാണ്.
ഒരാൾക്ക് ഇസ്തിഖാമത്തുണ്ടെങ്കിൽ, മഹാനായ ശൈഖ് ജിലാനി റളിയല്ലാഹു അൻഹു വലത്ത് ശരീഅത്തെന്നും കടലുള്ളവർ, ഇടത്ത് ഹഖീഖത്തെന്നും കടലുള്ളവർ, അങ്ങനെ ശരീഅത്ത് മുറുകെ പിടിച്ച് ത്വരീഖത്തിലൂടെ സഞ്ചരിച്ച് ഹഖീഖത്ത് നേടിയ ആ വലിയ മഹാനുഭാവൻ, അവരെ പോലെയുള്ളവരൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. മുകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈമാൻ ഉറപ്പിച്ച് ഇസ്ലാം റെഡിയാക്കിയവർ, അതാണല്ലോ ആ പറഞ്ഞത്, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ അവതരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സ്പഷ്ടമായി പച്ചക്ക് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. അപ്പോ ഖുല്ലി ഫിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബിയെ എനിക്ക് പറഞ്ഞു തരണം ഫിൽ ഇസ്ലാം, അതായത് ഫീമാ യക്മുലു ബിഹിൽ ഇസ്ലാം, ഇസ്ലാം അതുകൊണ്ട് പൂർണ്ണമാകും, അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരണം. ആ ചോദിച്ച ചോദ്യത്തിന്റെ പരിപൂർണമായി 100% അതിന് അനുയോജ്യമാകുന്ന മറുപടി ഒന്ന്, ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, നിങ്ങളല്ലാത്ത വേറെ ആളോ എനിക്ക് ചോദിക്കേണ്ടി വരരുത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ബഅദക എന്ന്, അതായത് ബഅദ സുആലിക ഹാദ, ഈ ഒരു ചോദ്യത്തിന്റെ ശേഷം എനിക്ക് ഇനി മറ്റൊരാളോടും അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടാകാത്ത വിധത്തിലുള്ള ഖൗലൻ കാഫിയൻ ലാ അഹ്താജു ഫീഹി ഇലാ സുആലി ഗൈരിക, അങ്ങയോടല്ലാതെ മറ്റൊരാളോട് എനിക്കത് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാകരുത്, അങ്ങനത്തെ കാഫിയായ ഒരു ഖൗലാണ് എനിക്കത് മതിയാകും, അങ്ങനെ അതാണ് കാഫിയായ ഖൗല് എന്ന് പറഞ്ഞത്, എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ജവാമിഉൽ കലിമ് കൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദാകുന്ന ഈമാനിനെയും അതുപോലെ മറ്റു മുഴുവൻ ആരാധനകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒറ്റ വർത്തമാനമാണ്. ഈ ഹദീസൊക്കെ നമുക്കിങ്ങനെ വായിക്കുമ്പോൾ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ കറാമത്തും, മഹാനവറുകൾ ഈ ഹദീസിനെ 40 ഹദീസിനെ ഏതോ ഒരു 40 ഹദീസ് എടുത്ത് കൊടുക്കുന്നതിന് പകരം അത്രയും കെട്ടിലും മട്ടിലും ചിട്ടയോടുകൂടെയാണ് മഹാനവറുകൾ ഇതിന്റെ ക്രോഡീകരണം നടത്തിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾ നോക്കൂ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇംതിസാലു കുല്ലി മഅ്മൂരിൻ വജ്തിനാബു കുല്ലി മൻഹിയിൻ, എല്ലാ കൽപ്പിക്കപ്പെട്ടതിനെ എടുക്കുകയും വിരോധിക്കപ്പെട്ടതിനെ ഒഴിവാക്കുകയും ചെയ്യുക. അപ്പോ അതില് അഅ്മാലുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ ശരീരങ്ങളുടെ പ്രവർത്തനം, അതാണ് നമ്മുടെ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, ഇതെല്ലാം അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ചൊവ്വായി നിലകൊള്ളണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം, ഇതെല്ലാം, നമ്മുടെ വാക്കുകൾ, ഇതെല്ലാം ശരിയായ റൂട്ടിലാകണം. അത് ആ ഇസ്തിഖാമത്ത് ശരിയായ രീതിയിൽ അതെല്ലാം സഞ്ചരിക്കുക എന്നുള്ളത് എന്തെങ്കിലും ഒരു ചെറിയ വിധത്തിൽ അതിന് പോരായ്മ വന്നാൽ അത് സാധ്യമാവുകയില്ല. ഈ സ്വഹാബിക്ക് ഷാഫിയായ കാഫിയായ എല്ലാം തികഞ്ഞ മറുപടി കൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശുദ്ധ ഹറമിൽ വെച്ച് ഈ ഒരു ഹദീസ് വായിക്കാനും ബയാൻ ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് തന്നു. ഖൈറായ കാര്യങ്ങൾക്ക് അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നിലനിർത്തി തരുമാറാവട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഹറമിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കി തരുമാറാവട്ടെ. നമുക്കെല്ലാം ജീവിതത്തിൽ 100 തവണ മക്കയിലും മദീനയിലും മസാറുകളിലും വന്ന് ഈ മഹത്വമുള്ളതിന്റെയും മഹാന്മാരുടെയൊക്കെ പൊരുത്തം കൊണ്ട് ജീവിത വിജയം കൈവരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.